എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം, നിപുൺ ഭാരത് സ്കീം, റൈറ്റ് ടു ബി ഫോർഗോട്ടൺ, സൈറ്റ്സ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഗോലൻ ഹൈറ്റ്സ്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിനെ കുറിച്ചാണ്. അപ്പോൾ ബേസിക്കലി ഈ എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളിതിന് മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 9 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ പെട്രോളിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്രോളിൽ ബ്ലെൻഡ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന എഥനോൾ ഇപ്പോൾ പ്രധാനമായിട്ടും ഡാമേജ്ഡ് ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് നിന്നും അതുപോലെ തന്നെ മെയ്സിൽ നിന്നുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് അത് പ്രധാനമായിട്ടും ഷുഗർ കെയിനിൽ നിന്നായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തൊരു മാറ്റം വന്നതായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് എഥനോൾ എന്ന് മനസ്സിലാക്കുക. എഥനോൾ എന്ന് പറയുന്നത് ഒരു ബയോഫ്യൂലാണ്. ബയോഫ്യൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് മാറ്റർ, അതായത് ഇപ്പോൾ ഈ മെയ്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഷുഗർ കെയിനൊക്കെ പോലുള്ള ഓർഗാനിക് മാറ്റർ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഫ്യൂവലാണ് ഈ ബയോഫ്യൂവൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ബയോഫ്യൂവലാണ് എഥനോൾ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ എഥനോൾ പ്രധാനമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഷുഗർ കണ്ടന്റ് ഉള്ള ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, അതിനെ ഫെർമെൻറ്റൈസ് ചെയ്തുകൊണ്ടാണ് എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫെർമെൻറ്റൈസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിനൊരു പെട്രോ കെമിക്കൽ പ്രോസസ്സ് ഉണ്ട്, അതാണ് ഈഥലിൻ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിലും ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു കൊമേഴ്ഷ്യൽ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഈഥലിൻ ഹൈഡ്രേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പ്രധാനമായിട്ടും എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു സോഴ്സ് എന്ന് പറയുന്നത് ഷുഗർ കെയിൻസ് ആണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മെയ്സ് പോലുള്ള ഫുഡ് ഗ്രെയിൻസിൽ നിന്നും ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ഒരു ഷിഫ്റ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഈ പ്രോഗ്രാമിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി 2000-ൻ്റെ ഒക്കെ തുടക്കത്തിലാണ് ഈ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പ്രോഗ്രാം നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആരംഭിക്കുന്നത്. അപ്പോൾ അത് ആദ്യം ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് 2000-ൻ്റെ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇത് ആക്ച്വലി ഒഫീഷ്യലി ഒരു പ്രോഗ്രാമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 2003-ലാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി, ഇത് ബേസിക്കലി ഈ എഥനോൾ എന്ന് പറയുന്ന ബയോഫ്യൂല് നമ്മൾ മാർക്കറ്റിൽ വിൽക്കുന്ന അല്ലെങ്കിൽ പെട്രോളിയം മാർക്കറ്റിംഗ് കമ്പനികൾ, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ സെല്ല് ചെയ്യുന്ന പെട്രോളിലാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ വിൽക്കുന്ന പെട്രോളിനകത്ത് ഇത്ര പെർസെൻറ്റേജ് എഥനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടാവണം, ഇത്ര പെർസെൻറ്റേജ് എഥനോൾ കണ്ടന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഗവൺമെൻറ് ടാർഗറ്റ് ആയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ 2003 ഇത് ആരംഭിക്കുന്ന സമയത്ത് അന്നൊരു ടാർഗറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെട്രോളിനകത്ത് 5% എഥനോൾ ബ്ലെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയാണ് എഥനോൾ ബ്ലെൻഡഡ് ആയിട്ട് പെട്രോൾ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്ത് തുടങ്ങുന്നത്. പിന്നീട് ഈ ടാർഗറ്റ് ഒരു 2010-നൊക്കെ ശേഷം ഒരു 10% ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതിനെയാണ് E10 എന്ന് പറയുന്നത്. അതൊരു 2020-22 ആകുമ്പോഴേക്കാണ് E10 എന്ന് പറയുന്ന ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് ഓൺഗോയിങ് ആയിട്ടുള്ളത് E20 എന്ന് പറയുന്ന ഒരു ടാർഗറ്റാണ്. അതായത് നേരത്തെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത് 2030 ആകുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യയിലെ മാർക്കറ്റ് ചെയ്യുന്ന പെട്രോളിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ സെല്ല് ചെയ്യുന്ന പെട്രോളിനകത്ത് 20% എഥനോൾ ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി റാപ്പിഡ് ആയിട്ടുള്ള പേസിൽ നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ടാർഗറ്റ് ഇയർ 2030 നിന്ന് 2025-26 മാറ്റിയിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി നേരത്തെ നമുക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ എഥനോൾ പ്രൊഡക്ഷനൊക്കെ വലിയ രീതിയിൽ കൂടിയതാണ്. അപ്പോൾ ഈ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂൽസ് എന്ന് പറയുന്ന 2018 ഒരു പോളിസി ഉണ്ട്. ആ പോളിസിക്കകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പോണൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യയിൽ ഈ എഥനോൾ പ്രൊഡക്ഷനൊക്കെ വലിയ രീതിയിൽ കൂടിയത് കൊണ്ടും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ടാർഗറ്റ് ഇയർ 2025-26 ആയിട്ട് ഉയർത്തിയിട്ടുള്ളത്. ഇനി എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പ്രോഗ്രാമിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഗവൺമെൻറ് മാൻഡേറ്ററി ആയിട്ട് ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിനോട് പെട്രോളിനകത്ത് എഥനോൾ ബ്ലെൻഡ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഇന്ത്യയിലുള്ള എഥനോൾ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എഥനോൾ പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് അത് പർച്ചേസ് ചെയ്തിട്ട് അത് ഈ പെട്രോളിനകത്ത് മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കാരണമുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇന്ത്യയുടെ പെട്രോളിയം ഡിപ്പെൻഡൻസി നമുക്കൊരു പരിധി വരെയെങ്കിലും കുറക്കാൻ പറ്റും. കാരണം ഇപ്പോൾ E20 ഒക്കെ നടപ്പിലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുന്ന ഒരു 1 ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ അതിനകത്ത് 200 മില്ലി എന്ന് പറയുന്നത് എഥനോൾ ആയിരിക്കും. അപ്പോൾ ഈ 200 മില്ലി നമുക്ക് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന പെട്രോളിയത്തിൻ്റെ വാസ്റ്റ് മെജോറിറ്റി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്, അതായത് മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഡിപ്പെൻഡൻസി നമുക്ക് ഒരു 20% കുറക്കാൻ പറ്റും എന്നുണ്ട്. അതായത് ഒരു ഓൺ ആൻ ആവറേജ് ആണ് പറയുന്നത്. ഈ പെട്രോളിൻ്റെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ഇത് കൂടും. പക്ഷേ എന്നിരുന്നാലും നമുക്ക് വിൽക്കുന്ന പെട്രോളിൻ്റെ ഒരു 20% ലോക്കലി ഈ പറയുന്ന എഥനോളിലൂടെ മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. രണ്ടാമത്തത്, ഇതുവഴി നമ്മുടെ ഇമ്പോർട്ട് ബില്ല്
നമുക്ക് കുറക്കാൻ പറ്റും. മൂന്നാമതായിട്ടുള്ളത് ഈ എഥനോൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ എഥനോൾ ബ്ലെൻഡഡ് പെട്രോളിൻ്റെ എമിഷൻ എന്ന് പറയുന്നത് ഈ പ്യുവർ ഗ്യാസലിനായിട്ട് അല്ലെങ്കിൽ പ്യുവർ പെട്രോളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ബെറ്റർ ആണ്. അതായത് ഇവർ പുറന്തള്ളുന്ന എമിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള വാതകങ്ങൾ എന്ന് പറയുന്നത് പ്യുവർ പെട്രോളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ എമിഷൻ കുറച്ചും കൂടി കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ക്ലീനർ ആയിട്ടുള്ള കുറച്ചും കൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് ആണ് ഇതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഫാർമേഴ്സിന് ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം പ്രൊവൈഡ് ചെയ്യാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന ഇത്തരത്തിലുള്ള ക്രോപ്പുകൾ ഈ എഥനോൾ മാനുഫാക്ചറിങ്ങിന് വേണ്ടി കൂടി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനുള്ള ഡിമാൻഡ് കൂടും എന്നുള്ളതുകൊണ്ട് ഇവർക്ക് കുറച്ചും കൂടി ഒരു സസ്റ്റൈൻഡ് ഇൻകം കിട്ടും. പിന്നെ അതുപോലെ തന്നെ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രെയിൻസ് അത് നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഗ്രെയിൻസ് ആവണമെന്ന് നിർബന്ധമല്ല. ഇപ്പോൾ ഈ ഹാർവസ്റ്റിൻ്റെ ഒക്കെ സമയത്ത് ചീത്തയായി പോയിട്ടുള്ള അത്തരത്തിലുള്ള ഗ്രെയിൻസും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫാർമേഴ്സിന് ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം പ്രൊവൈഡ് ചെയ്യാൻ ഇത് സഹായിക്കുമെന്ന് പറയാം. ഇനി ഈ പറയുന്ന എഥനോൾ ബ്ലെൻഡിങ് പ്രോഗ്രാമിൻ്റെ ചില ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഇത് ഫേസ് ചെയ്യുന്ന ചില ക്രിറ്റിസിസംസ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഈ എഥനോൾ ബ്ലെൻഡഡ് പ്രോഗ്രാമിനകത്ത് ഈ എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെയ്സ് ആണെങ്കിലും ഷുഗർ കെയിൻ ആണെങ്കിലും ഇതെല്ലാം തന്നെ ബേസിക്കലി ഫുഡ് ക്രോപ്സ് ആണ്. അപ്പോൾ ഇത് ഇന്ത്യ പോലൊരു രാജ്യത്ത് വലിയ രീതിയിൽ ഹങ്കർ ഇൻഡെക്സിനകത്തൊക്കെ വളരെ മോശം പെർഫോമൻസ് ഉള്ള വലിയ രീതിയിൽ ഹങ്കറും അതുപോലെ തന്നെ ഫുഡ് ഷോർട്ടേജ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇതിൻ്റെ ഒരു എത്തിക്കൽ കൺസേൺ ഉണ്ട്. അതായത് ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ആ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫുഡ് ഗ്രെയിൻസ് ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എത്തിക്കലി എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളൊരു ചോദ്യമുണ്ട്. മറ്റൊന്ന്, ഈ എഥനോളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പെട്രോളിയം പ്രൈസിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന അൾട്ടിമേറ്റ്ലി ഇത് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് പെട്രോളിൻ്റെ വില കൂടാൻ കാരണമാകും. അതുപോലെ തന്നെ ഈ എഥനോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹൈലി വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വലിയ രീതിയിൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഓൾറെഡി നമ്മുടെ ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും വാട്ടർ സ്ട്രെസ് അനുഭവിക്കുന്ന റീജൻസ് ആണ്. അപ്പോൾ ഈ വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൻ്റെ സസ്റ്റൈനബിലിറ്റി ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എഫിഷ്യൻസിയും കുറവാണ്. എസ്പെഷ്യലി ഈ എഥനോൾ ബ്ലെൻഡഡ് ആയിട്ടുള്ള പെട്രോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടില്ലാത്ത എഞ്ചിനുകളുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് പഴയ വാഹനങ്ങളിലൊക്കെ ഈ എഥനോൾ ബ്ലെൻഡഡ് ആയിട്ടുള്ള പെട്രോൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിന് കിട്ടുന്ന എഫിഷ്യൻസി ഒരു 6 to 7% പ്യുവർ പെട്രോൾ ഉപയോഗിക്കുന്നതിന് പകരം എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ എഫിഷ്യൻസി ഒരു 6 to 7% വരെ കുറയുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ഫ്യൂൽ കൺസംഷന് കാരണമാകും. അപ്പോൾ നേരത്തെ പറഞ്ഞ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിക്കൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്ന ഒരവസ്ഥ വരുമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്രിറ്റിസിസംസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നിപുൺ ഭാരത് സ്കീമിനെ കുറിച്ചാണ്. അപ്പോൾ ഈ നിപുൺ ഭാരത് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 11 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ബേസിക്കലി ഒരു ആർട്ടിക്കിളാണ് ഹൗ എഡ്യൂക്കേറ്റഡ് മദേഴ്സ് ഓഫ് യങ് കിഡ്സ് ക്യാൻ ബി അസെറ്റ് ഫോർ നിപുൺ സ്കീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ നിപുൺ ഭാരത് സ്കീമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നിപുൺ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ന്യൂമറസി എന്നാണ്. ഇത് 2021 യൂണിയൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക. 2020 ഇന്ത്യയുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് ഈ നിപുൺ ഭാരത് സ്കീം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്കീമിൻ്റെ പ്രൈമറി പർപ്പസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ഇന്ത്യയിൽ 3 വയസ്സിനും 9 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ ഈ സ്കീമിനകത്ത് കവർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു അപ് ടു 3rd സ്റ്റാൻഡേർഡ് വരെയുള്ള സ്റ്റുഡൻസിനെയാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ഏജ് കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾക്ക് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഫൗണ്ടേഷണൽ ലിറ്ററസി അതുപോലെ തന്നെ ന്യൂമറസി സ്കിൽസ് അല്ലെങ്കിൽ അതിനുള്ള അറിവ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ടാർഗറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ഡിസൈഡ് ആയിട്ടുള്ള ലേണിംഗ് കോമ്പറ്റൻസീസ് ഈ റീഡിങ്, റൈറ്റിംഗ്, ന്യൂമറസി എന്നുള്ള കാര്യങ്ങളിലൊക്കെ 2026-27 ആകുമ്പോഴേക്കും അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു 3ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 2026-27 ആകുമ്പോഴേക്കും റീഡിങ്ങിനകത്തും റൈറ്റിങ്ങിനകത്തും ന്യൂമറസിക്കകത്തും ഒരു ഡിസൈഡ് ലേണിംഗ് കോമ്പറ്റൻസി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഇനി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഏജൻസി എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ആണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ മെക്കാനിസം എന്ന് പറയുന്നത് ഒരു 5 ടയർ ഇംപ്ലിമെൻറ്റേഷൻ മെക്കാനിസം ആണുള്ളത്. അതായത് നാഷണൽ ലെവല്, സ്റ്റേറ്റ് ലെവല്,
ഡിസ്ട്രിക്ട് ലെവല്, ബ്ലോക്ക് ലെവല്, സ്കൂൾ ലെവൽ എന്ന് പറഞ്ഞിട്ട് ഒരു 5 ടയർ മെക്കാനിസം ആണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ ഇത് ബേസിക്കലി നടപ്പിലാക്കുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് സമഗ്ര ശിക്ഷ എന്ന് പറയുന്ന, സമഗ്ര ശിക്ഷ അഭിയാൻ എന്നൊക്കെ പറയുന്ന സെൻട്രലി സ്പോൺസേഡ് ആയിട്ടുള്ള സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് റൈറ്റ് ടു ബി ഫോർഗോട്ടൻ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 11 ഒരു എക്സ്പ്ലെയിനർ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, റൈറ്റ് ടു ബി ഫോർഗോട്ടൻ എന്നുള്ള ടൈറ്റിൽ കൊടുത്തിട്ട്. ഓക്കെ, അതായത് അതിനകത്ത് പറയുന്നത് ഇന്ത്യ ഡസ് നോട്ട് ഹാവ് എ സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിം വർക്ക് ദാറ്റ് പ്രിസ്ക്രൈബ് ദ റൈറ്റ് ടു ബി ഫോർഗോട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു സബ് ടൈറ്റിലൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വാർത്ത അവർ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ യൂറോപ്പിലുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നിയമമായിട്ടുള്ള ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ അനുസരിച്ച് യൂറോപ്പിൽ ഈ റൈറ്റ് ടു ബി ഫോർഗോട്ടൻ എന്നുള്ളത് ഒരു റൈറ്റ് ആണ്. പക്ഷേ ഇന്ത്യയിൽ നിലവിൽ അതിനകത്ത് ചില ആംബിഗ്വിറ്റീസ് ഉണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ജസ്റ്റിസ് പുട്ടസ്വാമി കേസിനൊക്കെ ശേഷം റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2021 വന്നിട്ടുള്ള ഒരു കേസിനകത്ത് ഈ റൈറ്റ് ടു ബി ഫോർഗോട്ടൻ റൈറ്റ് ടു പ്രൈവസിയുടെ ഭാഗമാണെന്ന് ഗവൺമെന്റ് അംഗീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ കൃത്യമായിട്ടുള്ള ലീഗൽ ഫ്രെയിം വർക്ക് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ റൈറ്റ് ടു ബി ഫോർഗോട്ടൻ എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരാളെ കുറിച്ചിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷന് ഇന്റർനെറ്റ്, സെർച്ച് എഞ്ചിൻസ്, ഡാറ്റാ ബേസസ്, വെബ്സൈറ്റുകൾ, മറ്റുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ ഇതിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഒരാളുടെ അവകാശമാണ് റൈറ്റ് ടു ബി ഫോർഗോട്ടൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ സൈറ്റുകളും അതുപോലെ തന്നെ ഗൂഗിളൊക്കെ പോലുള്ള പ്ലാറ്റ്ഫോംസിൽ നിന്നെല്ലാം തന്നെ നമ്മളെക്കുറിച്ച് പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് റിമൂവ് ചെയ്യാൻ നമുക്കുള്ള അവകാശമാണ് റൈറ്റ് ടു ബി ഫോർഗോട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഈ റൈറ്റ് ടു ബി ഫോർഗോട്ടൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്, ഇപ്പോൾ നമ്മൾ ഈ റൈറ്റ് ടു പ്രൈവസിയുടെ ഒക്കെ കേസ് പറയുന്നത് പോലെ തന്നെ കുറച്ചൊരു മോഡേൺ കൺസെപ്റ്റ് ആണിത്. അപ്പോൾ ഇതിന് വലിയ രീതിയിലുള്ള സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പബ്ലിക് അറ്റൻഷൻ കിട്ടാൻ തുടങ്ങുന്നത് 2014 ഒരു ഗൂഗിൾ സ്പെയിൻ കേസ് എന്നറിയപ്പെടുന്ന ഒരു കേസ് യൂറോപ്യൻ യൂണിയന്റെ കോർട്ട് ഓഫ് ജസ്റ്റിസിനകത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, കോർട്ട് ഓഫ് ജസ്റ്റിസ് ഓഫ് യൂറോപ്യൻ യൂണിയനകത്ത് നടക്കുന്നുണ്ട്. ആ കേസിന്റെ ഭാഗമായിട്ടാണ് റൈറ്റ് ടു ബി ഫോർഗോട്ടൻ എന്നുള്ള കൺസെപ്റ്റിന് വലിയ രീതിയിലുള്ള പബ്ലിക് അറ്റൻഷൻ കിട്ടി തുടങ്ങുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്യൻ യൂണിയനിൽ ഇപ്പോൾ നിലവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമത്തിനകത്ത് റൈറ്റ് ടു ബി ഫോർഗോട്ടൻ ഒരു റൈറ്റ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2017 വന്നിട്ട് ജസ്റ്റിസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി റൈറ്റ് ടു പ്രൈവസി കേസ് എന്നറിയപ്പെടുന്ന കേസിനകത്ത് 2017 സുപ്രീം കോടതി, ഈ കേസിനകത്താണ് സുപ്രീം കോടതി എന്ത് പറയുന്നത്, റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 കീഴിലുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, അതിൻ്റെ ഒരു ഇംപ്ലൈഡ് പാർട്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് 2021 ഇതിന് സമാനമായിട്ടുള്ള ഒരു കേസ് വന്ന സമയത്ത് സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ റൈറ്റ് ടു പ്രൈവസിയുടെ അകത്ത് വരുന്നൊരു കാര്യമാണ് റൈറ്റ് ടു ബി ഫോർഗോട്ടൻ എന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തൊരു അഫിഡവിറ്റിനകത്തും പറയുന്നുണ്ട്. അതുകൂടാതെ ഈ 2017-18 കാലഘട്ടത്തിൽ ഈ റൈറ്റ് ടു പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു BN ശ്രീകൃഷ്ണ കമ്മിറ്റി ഉണ്ട്. അവര് ഒരു പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡാറ്റ പ്രൈവസി ലോ ഉണ്ട്, അതായത് ഇന്ത്യയിൽ ഡാറ്റ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു നിയമം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രപ്പോസലിനകത്തും റൈറ്റ് ടു ബി ഫോർഗോട്ടൻ എന്നുള്ളത് ഒരു റൈറ്റ് ആയിട്ട് ആ നിയമത്തിലൂടെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്തൊരു ക്യൂരിയസ് കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ശ്രീകൃഷ്ണ കമ്മിറ്റി റെക്കമെൻഡേഷനൊക്കെ ശേഷം ഇതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ഇന്ത്യയിലെ ഒരു പേഴ്സണൽ ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലുണ്ട്. ഇപ്പോൾ അത് റിവൈസ് ചെയ്ത് 2023 ഒരു ബില്ല് വന്നിട്ടായിരുന്നു. ആ ബില്ലിനകത്ത് പക്ഷേ റൈറ്റ് ടു ബി ഫോർഗോട്ടൻ ഒരു റൈറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്യൻ യൂണിയൻ്റെ ഒക്കെ കേസിൽ യൂറോപ്യൻ യൂണിയനിലെ ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ അല്ലെങ്കിൽ GDPR എന്ന് പറയുന്നത് 2018 നിലവിൽ വന്ന ഒരു നിയമമാണ്. ആ നിയമം പക്ഷേ യൂറോപ്യൻ യൂണിയനിൽ റൈറ്റ് ടു ബി ഫോർഗോട്ടൻ എന്നുള്ളത് ഒരു റൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ അതിന് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കോടതികളിലുള്ള ചില പരാമർശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ ഒരു ലീഗൽ റെക്കഗ്നിഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സൈറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ സൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഹിന്ദുവിൻ്റെ പേജ് 12 ഒരു വാർത്ത ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഈ അഗർവുഡ് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ സൈറ്റ് അവരുടെ കുറച്ച് നോംസ് റിലാക്സ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് ഇന്ത്യയിലെ കർഷകരെയൊക്കെ സഹായിക്കുന്നു പറഞ്ഞിട്ട്, എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള കർഷകരെ സഹായിക്കുന്നു പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ സൈറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഗവൺമെന്റുകൾ തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ്. അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ വൈൽഡ് അനിമൽസ്, അതുപോലെ തന്നെ പ്ലാന്റുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ സ്പെസിമെൻസിന്റെ ട്രേഡ്, ആ സ്പീഷീസിന്റെ സർവൈവലിനെ ത്രട്ടൻ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ് സൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് 1963 ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ
മെമ്പേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിലൂടെ ഒരു ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ ആയിട്ടാണ് ഈ ഒരു എഗ്രിമെൻ്റ് ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് മെമ്പേഴ്സിൻ്റെയൊക്കെ സിഗ്നേച്ചർ കിട്ടിയതിന് ശേഷം, റാറ്റിഫിക്കേഷനൊക്കെ കിട്ടിയതിന് ശേഷം 1975 സൈറ്റ്സ് എഫക്റ്റിൽ വരുന്നത്, അല്ലെങ്കിൽ അത് ഒഫീഷ്യലി നടപ്പിലാക്കി തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് മനസ്സിലാക്കുക. അതായത് ഈ വൈൽഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന വൈൽഡ് അനിമൽസിൻ്റെയും അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെയും സ്പെസിമെൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ വൈൽഡ് അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ട്രേഡ്, ഇന്റർനാഷണൽ ട്രേഡ്, അവരുടെ സർവൈവലിനെ ത്രട്ടൺ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ് സൈറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി ഇവരുടെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ എൻവയോൺമെൻറ്റൽ പ്രോഗ്രാമാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സൈറ്റ്സിൻ്റെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് അവരുടെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ്. ഓക്കെ, നിലവിൽ 184 രാജ്യങ്ങളാണ് സൈറ്റ്സിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പാർട്ടീസ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഗോലാൻ ഹൈറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഗോലാൻ ഹൈറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇസ്രായേലിൻ്റെ നോർത്തേൺ ഇസ്രായേലും അതുപോലെ തന്നെ ലെബനാനിലെ ഗ്രൂപ്പായിട്ടുള്ള ഹിസ്ബുല്ലയും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു ലോ ഇൻറ്റൻസിറ്റി വാർഫെയർ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഒരു സ്ഫോടനത്തിൽ ഈ ഗോലാൻ ഹൈറ്റ്സിൽ താമസിക്കുന്ന ഡ്രൂസ് കമ്മ്യൂണിറ്റി പെടുന്ന കുറച്ച് ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഗോലാൻ ഹൈറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി സിറിയയുടെ സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട്, അതായത് സിറിയയുടെ ഭാഗമായിട്ട് ലെബനാനുമായിട്ടും അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ടും ജോർദാനുമായിട്ടും അതിർത്തി പങ്കിടുന്ന രീതിയിൽ സിറിയയുടെ സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബസാൾട്ടിക് പ്ലേറ്റോ ആണ് ഈ ഗോലാൻ ഹൈറ്റ്സ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ സിറിയൻ ക്യാപിറ്റൽ ആയിട്ടുള്ള ഡമാസ്കസിൽ നിന്നൊക്കെ ജസ്റ്റ് 60 കിലോമീറ്റർ മാത്രം ദൂരത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗോലാൻ ഹൈറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഗോലാൻ ഹൈറ്റ്സ് എന്ന് പറയുന്നത്. കാരണം ഈ ഗോലാൻ ഹൈറ്റ്സ് ഒരു പ്ലേറ്റു ആയതുകൊണ്ട്, ഒരു ഉയരം കൂടിയ പ്രദേശം ആയതുകൊണ്ട്, അല്ലെങ്കിൽ പീഠഭൂമി ആയതുകൊണ്ട് തന്നെ ഈ സിറിയയിലെ ക്യാപിറ്റലൊക്കെ 60 കിലോമീറ്റർ മാത്രം ദൂരെ കിടക്കുന്നതുകൊണ്ടും ഈ പറയുന്ന ഒരു സ്ട്രാറ്റജിക് വാൻറ്റേജ് പോയിന്റ് ആണ് ഈ ഗോലാൻ ഹൈറ്റ്സ് എന്ന് മനസ്സിലാക്കുക. സോ ഇത് സിറിയയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ 1967 അറബ് ഇസ്രായേൽ വാർ, അല്ലെങ്കിൽ 67 6 ഡേ വാറിൻ്റെ സമയത്ത് സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത് ഇപ്പോഴും ഇസ്രായേൽ നിയമവിരുദ്ധമായിട്ട് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ഒരു ടെറിട്ടറിയാണ് ഈ പറയുന്ന ഗോലാൻ ഹൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഗോലാൻ ഹൈറ്റ്സിൻ്റെ ടോട്ടൽ ഏരിയയുടെ ഏകദേശം 2/3 ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൺട്രോളിലാണ്. പക്ഷേ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച്, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒക്കെ സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻസ് അനുസരിച്ച് ഇത് ഇസ്രായേൽ ഇല്ലീഗലി ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇതിൻ്റെ 2/3 ഏരിയയും ഇപ്പോൾ ഇസ്രായേലാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ 1/3 ഏരിയ സിറിയയുടെ കൺട്രോളിലാണ്. ഇനി ഈ പറയുന്ന സിറിയക്കും ഇസ്രായേലിനും ഇടയിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു ഗോലാൻ ഹൈറ്റ്സ്, അതായത് ഇസ്രായേൽ ഒക്യുപ്പൈഡ് ഗോലാൻ ഹൈറ്റ്സിനെയും സിറിയ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഗോലാൻ ഹൈറ്റ്സിൻ്റെ ഇടയിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ വലിയ കോൺഫ്ലിക്റ്റുകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് 1974 തൊട്ട് ഒരു യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് യുണൈറ്റഡ് നേഷൻസ് ഡിസെൻഗേജ്മെൻറ്റ് ഒബ്സർവർ ഫോഴ്സ്, അല്ലെങ്കിൽ UNDOF എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഗോലാൻ ഹൈറ്റ്സിനകത്ത് ഈ ഇസ്രായേലി ഒക്യുപ്പൈഡ് ഗോലാൻ ഹൈറ്റ്സിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ജനവിഭാഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവിടുത്തെ നേറ്റീവ് പോപ്പുലേഷൻ സിറിയൻസ് ആണ്, അല്ലെങ്കിൽ അറബ്സ് ആണ്. പക്ഷേ 67 ഇസ്രായേൽ ഇത് ഒക്യുപ്പൈ ചെയ്തതിന് ശേഷം അവിടുത്തെ വലിയൊരു വിഭാഗം അറബ്സും പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ കാരണം. പിന്നെ അവിടെ ഇപ്പോൾ ജീവിക്കുന്നതിൽ ഒരു നിയർലി 50% ആളുകൾ എന്ന് പറയുന്നത് ഡ്രൂസ് അറബ്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവരാണ്. ബാക്കിയുള്ളത് ഇസ്രായേലിൽ നിന്നുള്ള ഇല്ലീഗൽ സെറ്റിലേഴ്സ്, ഇവിടെ വന്ന് സെറ്റിൽമെൻറ്റുകളിലായിട്ട് താമസിക്കുന്നവരാണ്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ കേസിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഗോലാൻ ഹൈറ്റ്സിന്, അതായത് ഇസ്രായേൽ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ഗോലാൻ ഹൈറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ലെബനാൻ്റെയും അതിർത്തി മേഖലയിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഷബാ ഫാംസ് എന്ന് പറയുന്നത്. അത് ഈ ലെബനാനും അതുപോലെ തന്നെ ഇസ്രായേലിനും ഇടയിൽ തർക്കത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ബേസിക്കലി അത് ഇസ്രായേലിൻ്റെ അല്ല, ഒഫീഷ്യലി സിറിയയുടെ ഗോലാൻ ഹൈറ്റ്സുമായിട്ടാണ് അതിന് അതിർത്തി ഉള്ളത്. പക്ഷേ ഈ ഗോലാൻ ഹൈറ്റ്സ് ഇസ്രായേൽ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇസ്രായേലിനും ലെബനാനും ഇടയിൽ സ്ഥിരമായിട്ട് ഫ്ലെയറപ്പുകൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആക്രമണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ തർക്കത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഷബാ ഫാംസ് എന്നും കൂടി മനസ്സിലാക്കുക. ഇനി ഈ പറയുന്ന ഗോലാൻ ഹൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മറ്റൊരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേലിലേക്ക് ഉള്ള പ്രധാനപ്പെട്ട ഫ്രഷ് വാട്ടർ സപ്ലൈസിൻ്റെ വലിയൊരു ശതമാനവും വരുന്നത് ഈ ഗോലാൻ ഹൈറ്റ്സിൽ നിന്നാണ്. അതുകൂടാതെ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഫ്രഷ് വാട്ടർ സോഴ്സുകളിലൊന്നായിട്ടുള്ള സീ ഓഫ് ഗലീലി എന്ന് പറയുന്നൊരു തടാകമുണ്ട്. ആ ഫ്രഷ് വാട്ടർ ലേക്കിൻ്റെ ബോർഡറിലായിട്ടാണ് ഈ ഗോലാൻ ഹൈറ്റ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്നും മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് ചാനൽസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.